കണ്ടും കേട്ടും അനുഭവിച്ചു മറഞ്ഞ ഒരു തലമുറയുടെ മാരാമൺ ഓർമ്മകൾ. പിന്നാമ്പുറങ്ങൾ ചരിത്രത്തിന്റെ ഏടുകളിലേക്ക് തെന്നിമാറുമ്പോഴും നമ്മെ ഒരിക്കലൂടെ ആ വഴിയിലൂടെ കൈപിടിച്ച് നടത്തുവാൻ ചില ഓർമ്മ പുസ്തകങ്ങൾ നമ്മുടെ മുൻപിൽ ചിലർ തുറന്നു വെക്കുന്നു. മാരാമൺ ഡയറീസ്, മാർത്തോമ വിഷനിലൂടെ. കൃപയേറും കർത്താവിലൻ വിശ്വാസം, അതിനാൽ ഹൃദയന്തു നല്ല ആശ്വാസം. അനുഗ്രഹത്തിൻ അധിപതിയെ, ആനന്ദ കൃപ പേരും നദിയെ. ഇഹലോകമോ തരികിൽ ഒരു സുഖവും മനഃശാന്തിയതും എൻ്റെ യേശുവിൻ്റെ തിരുസന്നിധിയിൽ എന്നും ആനന്ദമുണ്ടെനിക്ക്. സാറിന്റെ പാട്ടുകളിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട മറ്റൊരു പാട്ടാണ് നന്ദിയാൽ എന്നുള്ളം തിങ്ങുകയാൽ എന്ന് പറയുന്ന പാട്ട്. ഈ പാട്ടും എത്രയോ കാലങ്ങൾക്ക് മുമ്പ് എഴുതിയാണെങ്കിൽ പോലും ഇന്നും നമ്മുടെ കൂട്ടായ്മകളിൽ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കപ്പെടുന്ന പാട്ടുകളിൽ ഒന്നാണ്. ആ പാട്ട് സാർ എഴുതാൻ ഇടയായ ഒരു സാഹചര്യം? അത് പെട്ടെന്ന് പറയാം, സമയമില്ലാത്തതുകൊണ്ട് 3 പ്രത്യേക അനുഭവത്തിലാണെന്ന് എഴുതിയത്. ഒന്ന്, എൻ്റെ വൈഫിന് ഒരു ദിവസം പെട്ടെന്ന് ഒരു അവിടെ ബ്രസ്റ്റിൻ്റെ ഒരു ഭാഗത്തിന് മുഴ പ്രത്യക്ഷപ്പെട്ടു. അന്ന് ഞങ്ങൾ വളരെ ഇരുന്ന് പ്രാർത്ഥിച്ചു. അന്ന് ഓണത്തിൻ്റെ സമയമായിരുന്നു. ഓണവാര വേലയ്ക്ക് ഞാൻ പടന്നമലാവ് ജംഗ്ഷനിൽ അച്ഛൻ്റെ നിർദ്ദേശപ്രകാരം പോയിരുന്ന് പാട്ട് പാടിക്കൊണ്ടിരിക്കുമ്പോഴും എൻ്റെ മനസ്സിൽ ഈ ചിന്തയായിരുന്നു, ദൈവമേ താങ്ങുവാനാവാത്ത ശോധനയൊന്നും തരരുത്, നീക്കുപോക്കത്തില്ലാത്ത ശോധന എനിക്ക് തരല്ലേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. ഞാനിങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. അന്ന് വൈകിട്ട് ഞങ്ങളുടെ പുന്നവേലി അട്ടക്കുളം പ്രാർത്ഥന കെട്ടിടത്തിൽ യുഎൻസഖ്യത്തിൻ്റെ കെയർ ഓഫീസിലൊരു യോഗം ഉണ്ടായിരുന്നു. അന്ന് യോഗത്തിന് പോയി അറ്റൻഡ് ചെയ്തു. യോഗത്തിന് അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞ് പ്രസംഗിച്ച പോൾ സിനി രാജ് മുഹമ്മദ് എന്ന് പറയുന്ന അദ്ദേഹം അവസാനം പറഞ്ഞു, വിശ്വാസമുള്ളവർ തങ്ങളുടെ കരങ്ങൾ രോഗമുള്ള ഭാഗങ്ങളിൽ വെച്ച് പ്രാർത്ഥിക്കാൻ പറഞ്ഞു. ഞാൻ ഒട്ടും അമാന്തിച്ചില്ല. ഞാൻ എൻ്റെ മാറിൽ കരം വെച്ചു. വൈഫ് വന്നിട്ടില്ലായിരുന്നെന്ന്. ഞാൻ പ്രാർത്ഥിച്ചു, കർത്താവേ എൻ്റെ പ്രിയപ്പെട്ടുള്ള രോഗം, എൻ്റെ വേദനയാണ്, നീക്കി തരണമേ എന്ന് പ്രാർത്ഥിച്ചു. എന്തോ നന്നായിട്ടിരുന്ന് പ്രാർത്ഥിച്ചു കഴിഞ്ഞിട്ട് പിറ്റേ ദിവസം ഞാൻ വൈഫിനോട് ചോദിച്ചു, നിനക്ക് വല്ലതും സംഭവിച്ചോ? ഞാൻ ഇന്നലെ ഇരുന്ന് പ്രാർത്ഥിച്ചു. അപ്പോൾ അവൾക്കും അത് കേൾക്കാമായിരുന്നു പ്രാർത്ഥന. അവളും വീട്ടിലിരുന്നത് പ്രാർത്ഥിച്ചു. എന്തായാലും കൊള്ളാം, ഞങ്ങളെ ഭയപ്പെടുത്തിയിരുന്നത് മുഴ അപ്രത്യക്ഷമായി. അപ്പോൾ അന്ന് വൈകിട്ട് ഞാൻ എഴുതിയ പാട്ടാണ്, അവശ്യഭാരങ്ങൾ ഏറിയിടുമ്പോൾ, ആർത്തനായുള്ളം കലങ്ങിടുമ്പോൾ, ആവൽ തീർത്ഥാനന്ദം ഏകിയോൻ താൻ, ആശ്വാസദായകൻ യേശുപരൻ. അതുപോലെ തന്നെ ആ രണ്ടാമത്തെ സ്റ്റാൻസായും, കർത്താവ് അറിയാതെ ഇല്ലയൊന്നൻ ജീവിതയാത്രയിൽ ചൊല്ലുവാനായി, നീറിടും ചോദന വേളകളിൽ നീക്കുപോക്കേകി പുലർത്തിയിടും താൻ. എൻ്റെ മൂന്നാമത്തെ സ്റ്റാൻസ എഴുതുന്നത് എനിക്കൊരു പെട്ടെന്നൊരു ആക്സിഡൻ്റ് ഉണ്ടായി. ഞാനൊരു തിരക്കുള്ള സമയത്ത് ഒരു പള്ളിയിൽ നിന്ന് മറ്റൊരു പള്ളിയിലേക്ക് പാട്ട് പഠിപ്പിക്കാൻ പോകുന്ന സമയത്ത് ഒരു ബസ് ഓപ്പോസിറ്റ് വന്നു. ഞാൻ റോങ് സൈഡായിരുന്നു. ഞാൻ ലെഫ്റ്റ് സൈഡിലോട്ട് വണ്ടി വെട്ടിച്ചതും സ്കിഡ് ചെയ്ത് ബസ്സിൻ്റെ ഫ്രണ്ടിൽ ചെന്ന് വീണു. ഞാൻ മരിച്ചു എന്ന് ഞാൻ വിചാരിച്ചു. കാരണം വണ്ടി വന്ന് കയറി ഇറങ്ങുമെന്നുള്ള ധാരണ, ഞാനിങ്ങനെ സ്കൂട്ടറിൻ്റെ പുറത്ത് കാലേ കിടപ്പുണ്ട്, ഞാനിങ്ങനെ മലന്ന് കിടക്കുക, ഓർഗനൊക്കെ തെറിച്ചു പോയി. അപ്പോൾ കുറച്ചു നേരം കണ്ണടച്ച് കഴിഞ്ഞിട്ടും വണ്ടിയുടെ ചക്രങ്ങൾ കയറി ഇറങ്ങിയില്ല. അപ്പം ഞാൻ കണ്ണു തുറന്ന് നോക്കും, വളരെ അടുത്ത് വണ്ടിയുടെ എഞ്ചിനും അതിൻ്റെ വീലും ഒക്കെ എനിക്ക് കാണാം. അപ്പോൾ ഡ്രൈവർ വണ്ടി ചവിട്ടി നിർത്തിയിരിക്കുകയാണ്. ആൾക്കാരെ ആരും ഇറങ്ങിയില്ല, കയറി ഇറങ്ങി നിൽക്കുകയെന്നാണ് അവരാദ്യം വിചാരിച്ചത്. അപ്പോൾ പെട്ടെന്ന് എന്നെ ആരൊക്കെ വന്ന് എഴുന്നേൽപ്പിച്ചു. ഞാൻ എൻ്റെ ദേഹം മുഴുവൻ രക്തമായി. അന്ന് കറുകച്ചാൽ ഹോസ്പിറ്റലിൽ കൊണ്ട് എന്നെ ട്രീറ്റ് ചെയ്തിട്ട് വൈകിട്ട് ഞാൻ വീട്ടിൽ വന്നിങ്ങനെ വിശ്രമിക്കുന്ന സമയത്താണ്, ദൈവമേ എത്ര മരണപാശങ്ങൾ ഇതുപോലെ എന്നെ എതിരേറ്റു, നീ ഇന്നല്ല എന്നെ വിടുവിച്ചല്ലോ എന്ന് പറഞ്ഞു. അപ്പോൾ ദൈവം എന്നോട് പറഞ്ഞു, നിന്നെ എത്രയോ അപകടത്തിൽ ഞാൻ രക്ഷിച്ചിരിക്കുന്നു. പണ്ട് ഒരു ഫ്ലാഷ് ബാക്ക് പോലെ, പണ്ട് എൻ്റെ അമ്മ എൻ്റെ ചെറുപ്പത്തിൽ ഏതാണ്ട് ഞാൻ 2ലോ 3ലോ പഠിക്കുന്ന പ്രായം, ഞാൻ കിടക്കുന്ന തലയണ കവിയൻ നനയ്ക്കാനായിട്ട് അമ്മ ഊരിയെടുത്തപ്പോൾ അതിനകത്തൊരു പാമ്പ് ചത്ത് കിടക്കുന്നതായിട്ട് ഞാൻ എൻ്റെ ചെറുപ്പത്തിൽ കണ്ടത് ഞാൻ ഓർക്കുന്നു. അപ്പോൾ ഞങ്ങളെല്ലാം അന്ന് ഭയന്ന് പോയി. അപ്പോൾ എത്രയെത്ര മരണപാശങ്ങൾ, അന്ന് എന്നെ പാമ്പ് കടിച്ചിരുന്ന ഞാൻ മരിക്കത്തില്ലായിരുന്നു. എന്തായാലും കൊള്ളാം, എത്ര മരണപാശങ്ങൾ ദൈവം എന്നെ വിടുവിച്ചിട്ടുണ്ടെന്ന് ഓർത്തപ്പോഴാണ്
മരണപാശങ്ങളുയർന്ന നേരം ശരണം തന്നരികിൽ തൻ ചിറകിന്മീതേ മൃത്യുവെന്നുയർത്ത യേശുനാഥൻ മാറാതെ എന്നുമൻ ചാരയുണ്ട്. ഹല്ലേലൂയ പാടിയിടും ഞാൻ യേശുവിൻ്റെ സന്നിധിയിൽ ജീവകാലം ആരാധിക്കും ഉന്നതനെ ആത്മാവിലും സത്യത്തിലും നിത്യകാലം. ഇതിൻ്റെ ലാസ്റ്റ് ആൻസർ എഴുതുന്നത് കഴിഞ്ഞിട്ടാണ് നന്ദിയാണെന്നിങ്ങ എന്നുള്ള വരികൾ എനിക്ക് കിട്ടുന്നത്. എനിക്കൊരു ഓർഗൻ എനിക്കൊരാൾ സംഭാവന ചെയ്തു. അത് വലിയ ഡ്യൂട്ടി അടിക്കുന്നപ്പോൾ ഞാനൊരു കസ്റ്റംസ് ഓഫീസറെ പോയി കണ്ടു. അദ്ദേഹം എന്നെ സഹായിക്കാൻ വരാമെന്ന് പറഞ്ഞു. അത് ആ സമയത്ത് ഞാനവിടെ ചെന്നപ്പോൾ അദ്ദേഹത്തെ കണ്ടില്ല. ഞാൻ വിഷമിച്ചു, വളരെ ഭാരപ്പെട്ടു കഴിഞ്ഞപ്പോൾ പെട്ടെന്ന് ഞാനവിടെ ഇരുന്ന് പ്രാർത്ഥിച്ചു. വളരെ ലേറ്റായി അദ്ദേഹം ഓടിയെത്തി കഴിഞ്ഞപ്പോൾ എനിക്കിന്ന് ഡ്യൂട്ടി ഇല്ലായിരുന്നു, ഞാനങ്ങ് മറന്നുപോയെന്ന് പറഞ്ഞു. അപ്പോൾ അദ്ദേഹം വന്നിട്ട് എനിക്ക് ഓർഗന് 20,000 രൂപ ഡ്യൂട്ടി അടിക്കുന്നായിരുന്നു. 10,000 രൂപയുള്ള ഓർഗൻ്റെ വില അന്ന് 250% ഡ്യൂട്ടിയുള്ള സമയം. ഇതൊന്നും സാറിന് അറിയത്തില്ല. സാറ് ഞാൻ വന്നയാളിനെ പരിചയപ്പെടുത്തിയാണ്ട് നിൽക്കുന്ന ആളാന്ന് പറഞ്ഞു. സാറ് പോയി കഴിഞ്ഞിട്ട് തിരിച്ച് 1.5 മണിക്കൂർ കഴിഞ്ഞ് ഓർഗൻ റോൾ ചെയ്യുന്നതിക്കൊണ്ട് സാറ് വന്നു. എന്നോട് പറഞ്ഞു 2,500 രൂപ ഡ്യൂട്ടി ഇട്ടിട്ടുണ്ട് എന്ന് പറഞ്ഞു. സാറിന് അറിയത്തില്ല എൻ്റെ എത്ര ഉണ്ട്. എൻ്റെ എത്ര ഉണ്ടായിരുന്നു? എൻ്റെ 12,500 രൂപ ഉണ്ട്. ഓർഗൻ്റെ വില 10,000 രൂപ അന്ന് കൊടുത്തു. 2,500 രൂപ ഡ്യൂട്ടിയും കൊടുത്തു. ഇതെൻ്റെ ദൈവം ആ കറക്റ്റ് എനിക്ക് തന്നു. എന്തൊരു അത്ഭുതമായിരുന്നത്. അത് എന്നെ ആ സാർ സഹായിച്ചില്ല എന്ന് ഞാനൊന്ന് വലിയ വിഷമിച്ചു പോയേനെ. അപ്പം അതിൻ്റെ സ്നേഹം, അതിൻ്റെ ദൈവത്തിൻ്റെ നന്ദി ഓർത്താണ് തിരിച്ച് ആ വണ്ടിയിൽ അദ്ദേഹത്തിൻ്റെ കൂടെ തിരിച്ചു വരുമ്പോൾ ഞാൻ പാടിയതാണ് നന്ദിയാൽ എന്നുള്ളം തിങ്ങുകയാൽ സ്തോത്രത്തിൻ പല്ലവി പാടിയിടും ഞാൻ എണ്ണമില്ലാത്തവ നന്മകൾക്കായി എണ്ണി സ്തുതി പാടിയിടും ഞാൻ. ഈ പാട്ട് ഞാനും എനിക്കുള്ള സർവസ്വവും എന്ന് പറയുന്ന ഒരു പാട്ട് നമ്മുടെ ക്രിസ്തീയ മേഖലയിൽ സമർപ്പണവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഏറ്റവും ശക്തമായ പാട്ടുകളിലൊന്നാണ്. ആ പാട്ട് എല്ലാ കാലത്തും ആ പാട്ട് നമുക്ക് വേണ്ടി ഒന്ന് പാടുമോ? ഞാനും എനിക്കുള്ള സർവസ്വവും ദൈവത്തിൻ ദാനമെന്നോർത്തിടും ഞാനും കുടുംബവും സേവിച്ചിടും യാഹെന്ന ദൈവത്തെ ഇന്നുമെന്നും എൻ ഗേഹം ദൈവത്തിൻ വാസസ്ഥലം ആരാധിച്ചിടുമ ധന്യനാമം അർപ്പിച്ചിടും എൻ സർവസ്വവും സ്തോത്രത്തിൻ യാഗങ്ങളാ അർപ്പിച്ചിടും എൻ സമസ്തവും സ്തോത്രത്തിൻ യാഗങ്ങളാ ഞാനും എനിക്കുള്ള സർവസ്വവും ദൈവത്തിൻ ദാനമെന്നോർത്തിടും ഞാനും കുടുംബവും സേവിച്ചിടും യാഹെന്ന ദൈവത്തെ ഇന്നുമെന്നും. ഈ വല്ലാത്ത വേദനയിലൂടെ കടന്നു പോകുന്ന ആളുകൾക്ക് വലിയ ആശ്വാസം നൽകുന്ന സാറിന്റെ ഒരു പാട്ടാണ് കർത്താവ് അറിയാതെ എനിക്കൊന്നും ഭവിക്കയില്ല എന്ന് പറയുന്ന ഒരു പാട്ട്. എന്നെ സംബന്ധിച്ചിടത്തോളം വ്യക്തിപരമായിട്ട് എന്നെ ഒത്തിരി ശക്തിപ്പെടുത്തിയിട്ടുള്ള ഒരു പാട്ടാണ്. തീർച്ചയായിട്ടും അങ്ങനെ ഒരു പാട്ട് എഴുതുമ്പോൾ അതിന് പിന്നിൽ എന്തെങ്കിലും ഒരു ജീവിതാനുഭവം ഉണ്ടാകും എന്നാണ് എൻ്റെ മനസ്സിലെ ഒരു ചിന്ത. അങ്ങനെ എന്തെങ്കിലും ഒരു ജീവിതാനുഭവത്തിൽ നിന്ന് എഴുതിയതാണോ ആ പാട്ട്? ആ പാട്ട് പാടിക്കൊണ്ട് ഷെയർ ചെയ്യാം. തീർച്ചയായിട്ടും എൻ്റെ പാട്ടുകളെല്ലാം തന്നെ എനിക്ക് ഞാൻ പറഞ്ഞില്ലേ എന്തെങ്കിലും ഒരു അനുഭവത്തിൻ്റെ ഒരു പ്രചോദനം എനിക്ക് ലഭിക്കാറുണ്ട്. ഞാൻ പാട്ടിന് വേണ്ടി പാട്ട് എഴുതാനിരുന്നാൽ എനിക്കൊന്നും കിട്ടാതെ വന്നിട്ടുണ്ട്. ഒരു വരികൾ പോലും കിട്ടത്തില്ല, ഒരു വാക്ക് പോലും കിട്ടാതെ വന്നിട്ടുണ്ട്. ചില തീം സോങ് ഒക്കെ എഴുതാനായിട്ട് ചില പറഞ്ഞാൽ ഒത്തിരി ഇത് പ്രാർത്ഥിച്ചിട്ടാണ് പിന്നെ ആ പാട്ടുകളൊക്കെ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഉണ്ടാക്കുന്ന പാട്ടുമുണ്ട്, ഉണ്ടാകുന്ന പാട്ടുമുണ്ട്.
നമ്മൾ ഉണ്ടാകുന്ന പാട്ടാണ് ഇതുപോലെയുള്ള പാട്ട്. അതൊക്കെ ജീവിതത്തിൻ്റെ ഓരോ നീറുന്ന വേളകളിൽ, അതായത് നമുക്ക് ഒരു ക്രിസ്തീയ വിശ്വാസിക്ക് ജീവിതത്തിൽ ഒരുപാട് എന്താ പറയുന്ന ശോധനകളും പോരാട്ടങ്ങളും ഉണ്ട്. നമ്മുടെ ആത്മീയരായിട്ട് നമ്മൾ വളരുമ്പോൾ തന്നെ നമുക്ക് ചുറ്റും അത് ദൈവം നമ്മുടെ കൂടെ ഉണ്ടെന്ന് പറയുന്ന പോലെ തന്നെ നമ്മുടെ തൊട്ട് പിന്നിൽ മറ്റവനുമുണ്ട്, നമ്മളെ ഉപദ്രവിക്കാനും നമ്മളെ സങ്കടപ്പെടുത്താനും നിരാശപ്പെടുത്താനും ഒക്കെ. എന്നാൽ ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത കരത്തിൽ നമ്മൾ പൊതിഞ്ഞിരിക്കുന്നതുകൊണ്ടാണ് നമുക്ക്. അതുകൊണ്ട് ഞാൻ അങ്ങനെ ഓർത്താണ്, കർത്താവ് അറിയാതെ എനിക്കൊന്നും സംഭവിക്കില്ല. ഒരുപാട് അനുഭവങ്ങൾ പറയേണ്ട, ഒന്നും ഞാൻ തുറന്നു പറയുന്നില്ല. ദൈവത്തിൻ്റെ കൃപ കാരണം നമ്മൾ ചിലപ്പോൾ കൂരലിൻ്റെ അനുഭവത്തിൽ കൂടെ പോകുന്നവരായിരിക്കും. അല്ലെങ്കിൽ പിന്നെ അന്നേരം നമ്മൾ ഓർക്കും ദാനിയേലിൻ്റെ ദൈവം നമ്മോട് കൂടെ ഉണ്ട്. അല്ലെങ്കിൽ സിമക്കുഴി ഇട്ടപ്പം അവിടെ രക്ഷിക്കാൻ ദൈവം ഉണ്ടായിരുന്നു. കൂരലിൽ താഴെ കൂടെ നടന്നാലും ഞാനൊരു അനർത്ഥവും ഭയപ്പെടുകയില്ല, ദാവീദ് പാടി. കാരണം കർത്താവ് നമ്മുടെ നിത്യപ്രകാശമായ നമ്മുടെ കൂടെ ഉണ്ട്. അപ്പം അങ്ങനെയുള്ള ഒരുപാട് അനുഭവങ്ങൾ അതിനകത്തുണ്ടാകുന്നു, പറയാനായിട്ട് ബുദ്ധിമുട്ടുണ്ട്. ദൈവത്തിൻ്റെ കൃപയാലാണ് നമ്മൾ ജീവിക്കുന്നത്. ദൈവം നമ്മൾ ആരെല്ലാം നമ്മളെ വേദനിപ്പിച്ചാലും അല്ലെങ്കിൽ ഉപദ്രവിച്ചാലും അല്ലെങ്കിൽ തള്ളിക്കളഞ്ഞാലും അവഗണിച്ചാലും ഒക്കെ നമ്മളെ ചേർത്ത് നിർത്തുന്ന ഒരു തമ്പുരാൻ, അപ്പൻ, അതാണ് നമ്മുടെ കർത്താവ്. അതുകൊണ്ടാണ് ഞാൻ അന്ന് പാടിയത്. ഉള്ളതുപോലെൻ്റെ ഉള്ളം അറിയുന്നവൻ, ഊനമെന്നെ പ്രതിദിനം നടത്തുന്നവൻ, ഉറ്റവേറുപേക്ഷിച്ചാലും ഉന്നതനൻ നല്ലിടയൻ, ഉർവീലൻ ശരണമവൻ. ഉറ്റവേറുപേക്ഷിച്ചാലും ഉന്നതനൻ നല്ലിടയൻ, ഉർവീലൻ ശരണമവൻ. എൻ മനം തകർന്നിടുമ്പോൾ സ്വാതുന വചനമേകി മത്സകിയായി ചാരയുള്ള കർത്താവറിയാതെ എനിക്കൊന്നും ഭവിക്കയില്ല. എൻ്റെ കർത്താവറിയാതെ എനിക്കൊന്നും ഭവിക്കയില്ല. 1982 പ്രാർത്ഥന കേൾ എന്ന് പറയുന്ന ഒരു ഗാനം കൊണ്ട് ആരംഭിച്ച ഒരു സംഗീതത്തിന്റെ ജൈത്രയാത്ര 2025 മാരാമൺ കൺവെൻഷനിൽ എത്തി നിൽക്കുകയാണ് ബഹുമാനപ്പെട്ട നൈനാൻ കെ പുന്നവേലി സർ. ആ നാൾ മുതൽ ഇന്ന് വരെ തുടർച്ചയായി എല്ലാ വർഷങ്ങളിലും മാരാമൺ കൺവെൻഷനിൽ സാറിന്റെ പാട്ടുകളുണ്ട്. 2024 കൃപയാൽ, ദൈവകൃപയാൽ എന്ന് തുടങ്ങുന്ന ഗാനവും വളരെ ശ്രദ്ധ പിടിച്ചു പറ്റിയിട്ടുള്ള ഒരു ഗാനമാണ്. ഈ വർഷവും അദ്ദേഹത്തിന്റെ പാട്ടുകൾ മാരാമൺ കൺവെൻഷനിലുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഏറ്റവും അടുത്ത് കഴിഞ്ഞ വർഷം അങ്ങ് എഴുതിയ കൃപയാൽ എന്ന പാട്ടും വളരെ ആളുകൾക്ക് ഇഷ്ടപ്പെട്ട ഒരു പാട്ടാണ്. ആ പാട്ടും ഒന്ന് പാടി പുതിയ ഗാനത്തെക്കുറിച്ചുള്ള, ആ ഗാനം ഇപ്പോൾ സാറിന് പാടാൻ അവകാശമില്ല എന്ന് എനിക്കറിയാം, ആ ഗാനത്തെക്കുറിച്ച് കൂടി പറഞ്ഞ് നമുക്ക് ഈ സെഷൻ ഇവിടെ അവസാനിപ്പിക്കാം. കൃപയാൽ എന്നുള്ള പാട്ട് ഒരു അപകടത്തെ തുടർന്ന് കിട്ടിയതാണ്. ഞാൻ ഓരോ വർഷവും മാരാമൺ കൺവെൻഷൻ്റെ പാട്ട് കൊടുക്കേണ്ട സമയത്തിന് മുമ്പ് ചില അനുഭവങ്ങൾ കൂടി പാട്ട് കിട്ടും. നേരത്തെ തയ്യാറാക്കി വെച്ച പാട്ടുകൾ കാണും. ചില സമയത്ത് കൊടുക്കാനായിട്ട് ആ ടൈമിലായിരിക്കും പാട്ട് കർത്താവ് തരുന്നത്. അപ്പോൾ കഴിഞ്ഞതിന് മുമ്പത്തെ വർഷം ജനുവരി മാസം 2023 ജനുവരി മാസം 14-ാം തീയതി ഞാനൊരു ആക്സിഡൻറ്റിൽ പെട്ടു. ഞാൻ ഉച്ചയ്ക്കൊരു വൈകിട്ടൊരു പ്രോഗ്രാമിന് പോകാനായിട്ട്, ആ ദിവസങ്ങളൊക്കെ ഇച്ചിരി ക്ഷീണം ഉണ്ടായിരുന്നു, വണ്ടി ഓടിച്ചു പോയി വഴിക്ക് ഉറങ്ങിപ്പോയി. ഞാൻ ഭയങ്കര ഒരു ആക്സിഡൻറ്റിൽ പെട്ട് എൻ്റെ കാർ നിശേഷം തകർന്നു. അപ്പോൾ ഞാൻ വലിയ ആക്സിഡൻറ്റിൽ ഞാൻ പെട്ടെന്ന് തന്നെ ആൾക്കാർ രക്ഷിച്ചു. പിന്നെ ഞാൻ ആംബുലൻസിൽ എന്നെ അതിവേഗം പത്തനംതിട്ട ഗവൺമെൻറ് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോവുകയാണ്. കൊണ്ടുപോകുന്ന സമയത്ത് മണ്ണാർക്കുളഞ്ഞിൽ വെച്ചാണ് അപകടം ഉണ്ടാകുന്നത്. അപ്പം ഞാൻ മാത്രമേ ഉള്ളൂ വാഹനത്തിനുള്ളിൽ, ഡ്രൈവർ ക്യാബിനിലാണ്. അപ്പോൾ എൻ്റെ തലയുടെ ഭാഗം മാത്രമേ സ്ട്രെച്ചറിൽ അവിടെ ബന്ധിപ്പിച്ചിട്ടുള്ളൂ. അപ്പോൾ മണ്ണാർക്കുളഞ്ഞ് വളവൊക്കെ വലിയ സ്പീഡിൽ വണ്ടി പോയിക്കൊണ്ടിരുന്നപ്പം കാലിൻ്റെ വശം 2 ഭാഗത്തും അങ്ങോട്ടും ഇങ്ങോട്ടും അടിച്ചടിച്ച് ഞാൻ ഓർത്ത് ദൈവമേ അപകടത്തേക്കാൾ വലിയൊരു അപകടത്തിൽ ചാടിയല്ലോ, ഞാൻ രക്ഷപ്പെടും. എനിക്ക് ഒട്ടും സംസാരിക്കാനൊന്നും ഭയങ്കര സങ്കടമാണ്. അപ്പോൾ ഞാൻ ജീവിച്ചിരിക്കുമോ ദൈവം ചോദിച്ചു. അപ്പോൾ കർത്താവ് എന്നോട് പറഞ്ഞില്ല, നിനക്കൊന്നും പറ്റില്ല എന്നോട് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു, കൃപയാൽ ഞാൻ ജീവിക്കുന്നു, കൃപയാൽ ഞാൻ ജീവിക്കുന്നു. കൃപയാൽ ഞാൻ ജീവിക്കുന്നു ഇങ്ങനെ പറഞ്ഞുകൊണ്ടാണ് പത്തനംതിട്ട ഹോസ്പിറ്റലിൽ ചെല്ലുന്നത്. അന്ന് ഞാൻ മുത്തൂർ ഹോസ്പിറ്റലിൽ രാത്രിയിൽ വിശ്രമിക്കുന്ന സമയത്ത് എൻ്റെ മനസ്സിൽ ഈ പാട്ട് വന്നു, കൃപയാൽ
ദൈവകൃപയാൽ ഞാൻ ജീവിക്കുന്നു. കൃപയാൽ കൃപയാൽ ദൈവകൃപയാൽ ഞാൻ ജീവിക്കുന്നു. കൃപയാൽ കൃപയാൽ ദൈവകൃപയാൽ ഞാൻ ജീവിക്കുന്നു. യാഗൻ സങ്കേതമായി എൻ്റെ കൂടെയുണ്ട്, അവൻ മാത്രമൻ നല്ലിടയൻ. തിരുക്കരങ്ങളാൽ അനുദിനം വഹിക്കുകയാൽ കൃപയാൽ കൃപയാൽ ദൈവകൃപയാൽ ഞാൻ ജീവിക്കുന്നു. ഇതാണ് കഴിഞ്ഞുള്ള അന്നത്തെ പാട്ട്. പിന്നീട് ഈ വർഷം എഴുതിയ ദൈവം തന്ന പാട്ട്, സത്യം പറഞ്ഞാൽ മാരാമൻ കൊടുക്കേണ്ട സമയമായപ്പോഴും എനിക്ക് പാട്ട് കിട്ടിയില്ല. ഞാൻ ദൈവസന്നിധിയിൽ ഇരുന്ന് പ്രാർത്ഥിച്ചു, ദൈവമേ ഈ വർഷം എനിക്ക് പാട്ടില്ലേ എന്ന് ഞാൻ ചോദിച്ചപ്പോൾ ഞാൻ എന്താ എഴുതണമെന്ന് പറഞ്ഞാൽ ഞാനിങ്ങനെ കീബോർഡ് എടുത്ത് ഇങ്ങനെ ഇരുന്നപ്പം എൻ്റെ മനസ്സിൽ വന്ന വരികൾ, കൊയ്ത്തുകാലം വന്നിതാ, സുവിശേഷ വേലയെക്കുറിച്ചൊരു പാട്ട്. സത്യം പറഞ്ഞാൽ ഒറ്റ സ്ട്രക്ചറിൽ കർത്താവ് എനിക്ക് ആ പാട്ട് തന്നു, ഒരേ സമയത്ത് തന്നെ കിട്ടി. അതങ്ങ് എഴുതിയെടുക്കണം. കർത്താവ് തരുമ്പം അതിൻ്റെ ഒരു വള്ളി പോലും മാറ്റണ്ട. അതേസമയം ഞാൻ പാട്ടിന് വേണ്ടി പാട്ടുണ്ടാക്കുമ്പം കുത്തിയിരുന്ന് എഴുതി വെട്ടിത്തിരുത്തി അങ്ങനെ പാട്ടുണ്ടാക്കാറുണ്ട്. പക്ഷേ ഇതുപോലെ ദൈവത്തിൻ്റെ ആത്മാവ് ഇടപെടുമ്പോൾ ഒറ്റ വാക്ക് പോലും മാറണ്ട. അതിൻ്റെ ഈണവും അതിൻ്റെ വരികളും എല്ലാം കർത്താവ് എനിക്ക് തന്നു. അത് ഈ വർഷത്തെ മാരാമൻ കൺവെൻഷനുണ്ട്. എല്ലാവരും പാടി കർത്താവിനെ മഹത്വപ്പെടുത്തുക. എല്ലാം ദൈവത്തിൻ്റെ ദാനമാണ്. എൻ്റെ കഴിവോ എൻ്റെ സാമർഥ്യമോ എൻ്റെ പുണ്യപ്രവൃത്തികളോ ഒന്നും കൊണ്ടല്ല എന്നെ ഇത്രത്തോളം ആക്കിയത് ഈ മാരാമൻ കൺവെൻഷൻ്റെ ഗാനങ്ങൾ കൂടിയാണ്. എന്നെ കുറച്ച് പേരൊക്കെ അറിയാനിടയായതും ഒക്കെ എനിക്ക് മാരാമൻ കൺവെൻഷൻ്റെ ഗാനങ്ങളിലൂടെ എനിക്ക് ഒരുപാട് എൻ്റെ വ്യക്തിത്വത്തിന് ഒരുപാട് മാറ്റ് കൂടുവാനായിട്ട് ദൈവം എനിക്ക് സഹായിച്ചിട്ടുണ്ട്. അതെല്ലാം എൻ്റെ സഭയുടെയും എൻ്റെ ദൈവത്തിൻ്റെ കൃപയും കൊണ്ട് മാത്രമാണ്. അതുകൊണ്ട് മാരാമൻ കൺവെൻഷന് ദൈവം തമ്പുരാൻ ഇത്രത്തോളം നിർത്തി തോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. പ്രിയപ്പെട്ട എബി സാറിനോട് ഞാൻ പ്രത്യേകം നന്ദി പറയുന്നു. മാർത്തോമ വിഷനോടുള്ള എൻ്റെ നന്ദി ഞാൻ അറിയിക്കുന്നു. ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ. ദീർഘകാലം അധ്യാപകന്റെ കർമ്മനിരതമായ ജോലിക്കൊടുവിൽ വിശ്രമമില്ലാത്ത വിശ്രമ ജീവിതമാണ് ഇപ്പോൾ നൈനാൻ കെ പുന്നവേലി സാറ് നിർവഹിക്കുന്നത്. ഗാനരചനയിലൂടെ, സംഗീതാർച്ചനകളിലൂടെ ദൈവത്തെ മഹത്വപ്പെടുത്തുന്ന ദൈവിക ശുശ്രൂഷയ്ക്ക് നേതൃത്വം കൊടുത്തുകൊണ്ട് വളരെ സജീവമായി നൈനാൻ കെ പുന്നവേലി സാറ് നമുക്കൊപ്പമുണ്ട്. മാരാമൻ കൺവെൻഷൻ അദ്ദേഹത്തിന് നൽകിയ നല്ല ഓർമ്മകളാണ് നമുക്ക് മുന്നിൽ അദ്ദേഹം പങ്കുവച്ചത്. മാരാമൻ കൺവെൻഷൻ തീർച്ചയായും നമ്മുടെ ഏറ്റവും വലിയ കരുത്താണ്, ആത്മീയമായ ഉണർവാണ്. എല്ലാവരും മാരാമൻ കൺവെൻഷന് വേണ്ടി പ്രാർത്ഥിക്കണം എന്നുകൂടി പറഞ്ഞുകൊണ്ട് ഈ സെഷൻ ഇവിടെ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം.